ഞാൻ ഇന്നൊരു പ്രോഡക്റ്റ് റിവ്യൂ ആണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ചോപ്പ് ചെയ്യാൻ പറ്റിയ ഒരു വെജിറ്റബിൾ ചോപ്പറാണ് ഈ പ്രോഡക്റ്റ്. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി ആണ് ഞാൻ ഈ പ്രോഡക്റ്റ് ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. അപ്പം പലർക്കും ചിലപ്പോൾ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് അറിയായിരിക്കും, എന്നാലും അറിഞ്ഞൂടാത്തവർക്ക് ഈ വീഡിയോ കണ്ടാൽ നല്ല ഹെൽപ്പായിരിക്കും. അപ്പോൾ ഇതാണ് ആ പ്രോഡക്റ്റ്. നല്ല ഹാൻഡി ആയിട്ടുള്ളൊരു ചോപ്പറാണ് ഇത് ആക്ച്വലി ഇത്. അപ്പോൾ നമുക്ക് മെയിൻ്റനൻസും കഴുകാനും ഒക്കെ വളരെ എളുപ്പമാണ്. നല്ല മ്യൂളർ എന്നാണ് ഈ ബ്രാൻഡിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ക്വാളിറ്റി തന്നെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റാണ്. ഇതാണ് ആ സ്റ്റോറേജ് കണ്ടെയ്നർ. നമ്മൾ കട്ട് ചെയ്യുന്ന വെജിറ്റബിൾസ് എല്ലാം ഇതിലായിരിക്കും വന്ന് കിടക്കുന്നത്. ഒരു 4 കപ്പ് വെജിറ്റബിൾസ് വരെ നമുക്ക് ഈ കണ്ടെയ്നറിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് ഒരു സാമ്പാറൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വെജിറ്റബിൾസ് ഒന്നിച്ച് ഇതിനകത്ത് ചോപ്പ് ചെയ്തങ്ങ് എടുക്കാൻ പറ്റും. 3 ബ്ലേഡാണ് നമുക്ക് ഈ പ്രോഡക്റ്റിൻ്റെ കൂടെ കിട്ടുന്നത്. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ബ്ലേഡല്ല, അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ബ്ലേഡാണ്. അത് കാരണം തന്നെ നമുക്ക് ഈ ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ നമ്മൾ നന്നായിട്ട് ചോപ്പ് ചെയ്ത് വരും. 3 സൈസിലാണ് നമുക്ക് ബ്ലേഡ് കിട്ടുന്നത്. അപ്പം ഇതൊരു പ്രസ്സറാണ്. നമ്മൾ ഈ ചോപ്പറിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ആ ഭാഗത്ത് വെക്കുന്ന ഒരു പ്രസ്സറാണിത്. അപ്പോൾ നമ്മൾ ഈ ഫിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മേളിലാണ് നമ്മൾ ഈ ഫിറ്റ് ചെയ്തത്. ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു നോക്ക് സൗണ്ട് പോലെ കേൾക്കും. അതിൻ്റെ അർത്ഥം അത് ഫിറ്റായെന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഓരോ ബ്ലേഡിൻ്റെ മേളിൽ ലേബൽ എഴുതിയിട്ടുണ്ട്. ഡയറക്ഷനിലേക്കാണ് ആ ബ്ലേഡ് വെക്കേണ്ടതെന്നുള്ള ലേബലാണ് കാണിക്കുന്നത്. പിന്നെ ഒരു നോബും കാണും, ഓപ്പണും ക്ലോസും. നമ്മൾ ബ്ലേഡ് വെച്ച ശേഷം അത് ക്ലോസ് ആക്കുക. നമുക്ക് ഇത്രയും വെജിറ്റബിൾസ് ഇന്ന് കട്ട് ചെയ്ത് നോക്കാം. അതിൽ ഞാൻ ഫ്രൂട്ടായിട്ട് ആപ്പിൾ എടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 90% വെജിറ്റബിൾസ് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. സവാള നമുക്ക് രണ്ടായിട്ട് മുറിക്കുക. രണ്ടായിട്ട് മുറിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ആ ബ്ലേഡിൽ ഫിറ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയാണ് ഞാൻ രണ്ടായിട്ട് മുറിക്കുന്നത്. എന്നിട്ട് നമ്മൾ മേളിൽ നിന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഒറ്റ അടിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ സ്ലോലിയാണ് ടാപ്പ് ചെയ്യുന്നത്. അപ്പം ഇതാണ്ട് ഈ ഒരു ഷേപ്പിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്നും കൂടെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇതേപോലെ വെച്ചിട്ട് മേളിൽ നിന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ടാപ്പ് ചെയ്യുന്ന പറഞ്ഞ് മേളത്തെ നല്ല തിക്കായിട്ടുള്ള ലിഡ് ആയതുകൊണ്ട് തന്നെ ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല. നമ്മൾ ടാപ്പ് ചെയ്താലും ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അരിഞ്ഞ് കിട്ടിയെന്ന് നോക്കാം. ഇങ്ങനെ ആയിരിക്കും നമുക്ക് ചോപ്പ് ചെയ്ത് കിട്ടുന്നത്. എല്ലാം ഒരേ സൈസിലായിരിക്കും സവാളയൊക്കെ. ഇനി നമുക്ക് വേറൊരു ബ്ലേഡ് വെച്ചിട്ട് ഈ സവാളയൊന്ന് ചോപ്പ് ചെയ്ത് നോക്കാം. അതിനാണ് നമ്മുടെ പഴയ ബ്ലേഡ് മാറ്റണമെങ്കിൽ നമ്മൾ നോബ് ഓപ്പൺ ചെയ്തിട്ട് ഈ പുതിയ ബ്ലേഡ് അതിനകത്ത് ഇട്ടിട്ട് ക്ലോസ് ചെയ്യുക. നമുക്കിനി തക്കാളി ചോപ്പ് ചെയ്ത് നോക്കാം. ഈ തക്കാളി ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ ആ ജ്യൂസും കൂടെ ആ കണ്ടെയ്നറിലായിട്ടോട്ട് വീഴും. സാരമില്ല, നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആ ജ്യൂസും കൂടെ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചാൽ മതി. ഈ പ്രോഡക്റ്റിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് ലൈഫ് ലോങ് വാറൻറ്റി അവർ തരുന്നുണ്ട്. അത് തന്നെ നമ്മുടെ ബ്ലേഡിനെങ്ങാനും മൂർച്ചെങ്ങാനും പോവുകയാണെങ്കിൽ നമ്മൾ ഈ ബ്ലേഡ് റിട്ടേൺ ചെയ്താൽ മതി. അവർ പുതിയ ബ്ലേഡ് നമുക്ക് അയച്ചു തരും. ഞാൻ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. ഇപ്പം ആർക്കെങ്കിലും വാങ്ങാൻ ആവശ്യമുണ്ടെങ്കിൽ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി നോക്കിയാൽ മതി. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആമസോൺ ലിങ്കിൽ കാണും. അപ്പം എല്ലാവർക്കും ബൈ.